ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതേ നമ്മുടെ കുട്ടികളൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പം അവർ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഇല്ല ഏത് സ്ട്രീമിലോട്ട് പോകണം എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനുള്ള ഒരു സമയമാണല്ലോ. അത് കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും. നമ്മൾ ആലോചിക്കും കൊമേഴ്സ് എടുക്കണോ, ഇല്ല സയൻസ് എടുക്കണോ, ഇല്ല ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ഇല്ല ഡിപ്ലോമയ്ക്ക് പോകണോ എന്നുള്ള ഒരു പലവിധ ചിന്തകളായിരിക്കും അല്ലേ. അപ്പം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം നമുക്ക് ഏത് കോഴ്സാണ് നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, ആ ഒരു കോഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇന്ന് പല കുട്ടികളും ചിലപ്പം പഠിച്ചതിന് ശേഷം ഇല്ല ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അവർ ചിലപ്പോൾ പഠിച്ച ജോലിയായിരിക്കത്തില്ല അവർ ചെയ്യുന്നത്, അവർക്ക് വേറെ ഒരു മേഖലയായിരിക്കും ഇഷ്ടം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ +1 അല്ലെ PUCയിലോട്ടോ കയറാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതുപോലെ ഡിപ്ലോമയും പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് സയൻസ് ആർക്കൊക്കെ ചൂസ് ചെയ്യാമെന്ന് എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ബയോളജി ഇഷ്ടമാണോ, ഇല്ല നമ്മൾക്ക് ഡോക്ടർ ആകണോ, എൻജിനീയർ ആകണോ, ഇല്ല റിസർച്ച് അങ്ങനെയുള്ള മേഖലയിലൊക്കെ പോകാൻ താല്പര്യമുണ്ടോ, അങ്ങനെയുള്ളവർക്ക് സയൻസ് നല്ലൊരു ഓപ്ഷനാണ്. മറ്റുള്ള കുട്ടികൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. കാരണം അവർ ചൂസ് ചെയ്തതുകൊണ്ട് ഞാനും സയൻസ് എടുക്കാം അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾക്കത് കറക്റ്റാണോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളത് ചൂസ് ചെയ്യും. അതാണ് ആദ്യത്തെ പടി. സെക്കൻഡ്, കൊമേഴ്സ് ആരൊക്കെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ബിസിനസ് ഇഷ്ടമാണോ, ഇല്ല ഫിനാൻസ്, ബാങ്കിങ്, എക്കണോമിക്സ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ താല്പര്യമുള്ളവർക്ക് കൊമേഴ്സ് നല്ലൊരു ഓപ്ഷനാണ്. കൊമേഴ്സിൽ അനേക കോഴ്സുകളുണ്ട്. CS, CMA, ACCA, ബാങ്കിങ് അങ്ങനെ അനവധി ഓപ്ഷനുകൾ കൊമേഴ്സുകാർക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരോ, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരോ, ബാങ്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊമേഴ്സ് ചൂസ് ചെയ്യാം. അടുത്തത് ഹ്യൂമാനിറ്റീസ് അഥവാ ആർട്സ്. ഇന്ന് പലരും ചിന്തിക്കുന്നത് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, അത് തെറ്റാണ്. അനേക കോഴ്സുകൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലുണ്ട്. ലോ, ജേർണലിസം, സിവിൽ സർവീസസ്, ടീച്ചിങ് അങ്ങനെ പല മേഖലകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ് ഹ്യൂമാനിറ്റീസ്. അതിനുശേഷം ഡിപ്ലോമ ആരൊക്കെ ചിന്തിക്കാമെന്നുള്ളതാണ്. വേഗത്തിൽ പ്രാക്ടിക്കൽ സ്കില്ല് പഠിച്ച് കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഡിപ്ലോമ ഒരു നല്ല ഓപ്ഷനാണ്. പിന്നീട് എൻജിനീയറിംഗ് അങ്ങനെയുള്ള മേഖലയിൽ ഹയർ സ്റ്റഡീസ് എടുത്തു പോകാനും അത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത് മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യമാണ്, കുട്ടികളുടെ സ്വപ്നം നമ്മൾ കേൾക്കുക. ഇല്ല നമ്മൾക്ക് സാധിക്കാതെ പോയ ആഗ്രഹങ്ങളൊന്നും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു സ്ട്രീം വിജയമോ പരാജയമോ ഒന്നും നിർണ്ണയിക്കുന്നില്ല. നമ്മൾ നല്ല ഗൈഡൻസ് കൊടുക്കുക, അവർക്ക് സമ്മർദ്ദം കൊടുക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രീം ചൂസ് ചെയ്ത് അവരുടെ ഭാവി അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് പറയുമ്പം അവർ ചിലപ്പം നമ്മൾ കൂടുതൽ നിർബന്ധിക്കുമ്പം അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് അവർ ചൂസ് ചെയ്തിട്ട് കുറച്ച് നാളൊക്കെ ശേഷം പഠിച്ചൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ആ മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അവരെ വിടുക, അവർക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് അവരവരുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകട്ടെ. നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാനല്ല നമ്മൾ ഈ സ്ട്രീം ഒന്നും യൂസ് ചെയ്യേണ്ടതല്ലേ. അപ്പം നമുക്കത് ഇഷ്ടത്തോട് നമ്മൾ ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നമ്മൾ സന്തോഷത്തോടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വിജയത്തിലേക്ക് എത്തിപ്പെടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ.